ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കിയാലോ? കഴിക്കാത്തവരും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റിലാണ് ഇന്ന് കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ 1/2 കിലോ കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? എല്ലാവർക്കും ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു കക്കയിറച്ചി ഇങ്ങനെ എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ ബ്ലാക്ക് കളറിൽ കാണും, അവിടെ ഞെക്കുമ്പോൾ ആ അഴുക്ക് പുറത്തേക്ക് പോകും. അങ്ങനെ ക്ലീൻ ചെയ്ത് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഞാൻ എല്ലാ കക്കായും അങ്ങനെ ക്ലീൻ ചെയ്താണ് എടുക്കുന്നത്. ചിലർ ഇതോടുകൂടി കറി വെക്കാറുണ്ട്. അത് ചിലർക്ക് വയറ്റിൽ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഒരു 8-10 തവണ നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം, എന്നാലേ ഇതിൻ്റെ ഉളുമ്പ് ശരിക്കും മാറത്തുള്ളൂ. ഇനിയിപ്പം നമുക്കിത് വേവിക്കാൻ വെക്കാം. ആ 1/2 കിലോ കക്കായ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം, എന്നിട്ട് വേണം ഫ്രൈ ആക്കാനായിട്ട്. ഇതിൽ ആവശ്യത്തിൽ വെള്ളം ഉണ്ട്, വെന്തോളും. എന്നാലും ഞാൻ മൺചട്ടി എടുത്തത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കക്കായിൽ നിന്ന് വെള്ളം ഇറങ്ങും. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ മൂടി ഒന്ന് പൊക്കി നോക്കിയതാണ്. അതേ അപ്പോൾ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞത് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട എന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിന് ഒരു 1.5 സവോള ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ആവശ്യമുള്ള പൊടികൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കക്ക വെന്തോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുക് ഞാൻ ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1-2 വറ്റൽമുളക് ഇട്ടു, കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അതിലേക്ക് ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത്ര പേസ്റ്റ് ആക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ അരിഞ്ഞപ്പോൾ ഇച്ചിരി കട്ടി കൂടി പോയിട്ടുണ്ട്. നൈസായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സവോള വഴറ്റിയെടുക്കാനുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ. കക്കയിറച്ചി വേവാനുള്ള കക്കയിറച്ചിക്ക് ആവശ്യമായ ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ഇടേണ്ട കേട്ടോ. ഇപ്പോൾ കൂടെ ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്താലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇപ്പോൾ ശരിക്കും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ മണം മാറുന്നോടം വരെ നന്നായിട്ട് ഇളക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞ ചൊവയായിരിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ കുറേശ്ശെ ആയിട്ട് അതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. കക്കയിറച്ചി മൊത്തം ഞാൻ ഇട്ടു. ഇനി ഇതിലേക്ക് മസാല ശരിക്കും നമുക്ക് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് വേവിച്ചത് കൊണ്ട് മസാലയൊക്കെ പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ കക്കയിറച്ചിയിലേക്ക് മസാല ശരിക്കും നമ്മൾ പിടിപ്പിച്ചെടുക്കണം. ഇനി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ അതേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്നു. അപ്പോൾ അതേ ശരിക്കും മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കക്ക ഫ്രൈയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കുരുമുളക് പൊടിയാട്ടോ. ഇതിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതേ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുവാണ്.
ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്താലേ ഇത് ശരിക്കും ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഫ്രൈ ആവാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കി അങ്ങനെ എടുത്തു. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി കക്ക ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കക്ക ഇറച്ചിയിൽ പ്രോട്ടീൻ, വൈറ്റമിൻ B12, ഇരുമ്പ്, omega-3 ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ കക്ക ഇറച്ചിക്ക്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വിളർച്ചയുണ്ടാകാതെ ഇരിക്കാനും എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കക്ക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നിർബന്ധമായും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളി കക്ക ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയാലോ? കാണുമ്പോൾ തന്നെ നന്നായിട്ട് ടേസ്റ്റ് തോന്നുന്നില്ലേ? നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കക്ക ഫ്രൈയും കൂടെ അങ്ങ് ഇളക്കി കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുരുമുളകൊക്കെ ഇട്ടുണ്ടാക്കിയത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ബീഫ് ഫ്രൈ മാറി നിൽക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കക്ക ഇറച്ചിക്ക്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും കക്ക വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.